അപ്പോൾ ഞങ്ങളുടെ ഒരു സഹോദരിയുടെ മകൻ പെട്ടെന്ന് അസുഖം ബാധിച്ച് മരിച്ചു. സ്വാഭാവികമായും ആ കുടുംബത്തിൻ്റെ വരുമാനം അതോടുകൂടി നിലച്ചു. ഭാര്യയും 3 കുട്ടികളും. അവർക്ക് ചെറിയ നിലക്കുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ കുടുംബവുമായി ചർച്ച ചെയ്തപ്പോൾ ഒരു 1-2 വർഷമൊക്കെ എല്ലാ മാസവും അവർക്ക് വേണ്ട സഹായം ചെയ്യണമെന്ന് കുടുംബത്തിലുള്ള ആളുകളുമായി സംസാരിച്ചപ്പോൾ ഏതാണ്ട് ഒരു 2 വർഷത്തോളം എല്ലാ മാസവും ഒരു നിശ്ചിത സംഖ്യ കൊടുക്കുവാൻ കുടുംബത്തിൽപ്പെട്ട ആളുകൾ തയ്യാറാവുകയുണ്ടായി. ഇതുപോലെ നമ്മുടെ കുടുംബത്തിലുള്ള, അതായത് കലങ്ങാടൻ ഫാമിലിയിലുള്ള പ്രയാസകരമായ അവസ്ഥയിലൂടെ കഴിഞ്ഞു പോകുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു കുടുംബത്തെ അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുക, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുടെ ബാധ്യതയാണ്. കാരണം ഖുർആനിലും ഹദീസിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഏറ്റവും അടുത്ത ബാധ്യത അടുത്ത കുടുംബക്കാർക്കാണ്. പലപ്പോഴും അത് സഹായമാവുകയില്ല, ബാധ്യതയായി മാറുന്ന അവസ്ഥകൾ കാണാം. നമുക്കൊക്കെ അറിയാം, ഈ അനന്തരാവകാശം എന്ന് പറഞ്ഞാൽ ഒരു പിതാവ് മരണപ്പെട്ടാൽ മക്കൾക്ക് സ്വത്ത് ഓഹരി വെച്ച് കൊടുക്കണമെന്നാണ്. അപ്പൊ അതിന്റെ വിശദമായ പഠനത്തിൽ കാണുവാൻ സാധിക്കും, ഇങ്ങനെ ഓഹരി വെക്കുന്ന സന്ദർഭത്തിൽ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടെങ്കിൽ, അവർ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരാണെങ്കിൽ ഈ ഓഹരി അവരെയും കൂടി പരിഗണിക്കണമെന്ന് പണ്ഡിതന്മാരായ ആളുകൾ എഴുതി കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ പിതാവിന്റെ മക്കൾക്ക് ഭാര്യയ്ക്കാണ് സ്വത്ത് വരിക. എന്നാൽ കുടുംബത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾ അവിടെ സന്നിഹിതരാണെങ്കിലും അവരെ കൂടി നിങ്ങൾ പരിഗണിക്കണമെന്ന് പറഞ്ഞത് കാണുവാൻ സാധിക്കും. അതിന്റെ അർത്ഥം നമുക്ക് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളോട് വളരെയധികം ബാധ്യതകളുണ്ട് എന്നാണ്. അപ്പൊ ആ നിലക്ക് നമ്മുടെ ഇവിടെ സമാഹരിച്ച സംഖ്യയിൽ എന്തെങ്കിലും ബാക്കി വരികയാണെങ്കിൽ അത് ഏത് നിലക്ക് ചെലവഴിക്കണം, അതെല്ലാം കുടുംബത്തിലെ മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നമുക്ക് എന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് തുടങ്ങിയ ചർച്ചകളാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ആളുകൾക്ക് ആർക്കെങ്കിലും ഈ വിഷയത്തിൽ അഭിപ്രായം പറയുവാനുണ്ടെങ്കിൽ വന്ന അഭിപ്രായം പ്രകടിപ്പിക്കുവാനുള്ള സന്ദർഭമാണ്. കൂടുതൽ സമയം ഇതിൽ കണ്ടിട്ടില്ല. കുട്ടികളുടെ കലാപരിപാടികൾ നടക്കുവാനുണ്ട്. അതിനു മുമ്പായി 10-15 മിനിറ്റ് ആർക്കെങ്കിലും വളരെ അർത്ഥവത്തായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാനുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുവാനുള്ള സന്ദർഭമാണ്. അതുകൊണ്ട് ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് അഭിപ്രായം പറയണമെന്ന് ആവശ്യപ്പെടുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പോരാ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ഫോറത്തിൽ വരുന്നില്ല. നടക്കുന്ന പോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്തൊക്കെയാണ് ഐഡിയാസ് എന്നത് പോസ്റ്റ് ചെയ്യാം. അതിന് വല്ല എത്രത്തോളം നമ്മൾ വീണ്ടും സംഘം കൂടാൻ പറ്റില്ല. ഇതിൽ അവസാനമായിരുന്നു, പക്ഷെ ആരും പ്രത്യേകിച്ച് പറയാനുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമില്ലാന്ന് വിചാരിക്കാം. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇതാവേണ്ട കാര്യമില്ല പറയാൻ. കുടുംബത്തിലെ ഈ ഒരു നല്ലൊരു ഹൃദ്യമായ ഒരു പരിപാടിയായിരുന്നു.
വിഷയങ്ങളായാലും ആ വിഷയങ്ങൾ ഈ കമ്മിറ്റി മുമ്പാകെ വരികയും അവർ അത് ചർച്ച ചെയ്തുകൊണ്ട് അതിന് പരിഹാരം കാണുകയും ചെയ്യണം എന്നുള്ളതാണ് ഒരു നിർദ്ദേശം. കുടുംബത്തിൽ സാമ്പത്തിക പ്രയാസങ്ങളുണ്ടാകാം, മറ്റ് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം. കുടുംബപരമായുള്ള വിവാഹ സംബന്ധമായ സ്വത്ത് തർക്കം, അതുപോലുള്ള പിണക്കങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം. എല്ലാം പരിഹരിക്കപ്പെടേണ്ടതാണ്, സാമ്പത്തികം മാത്രമല്ല. അപ്പോൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ആളുകളുടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ആ കമ്മിറ്റിക്ക് മുമ്പാകെ ഈ പ്രശ്നം വെക്കുകയും ആ പ്രശ്നത്തെ പഠിച്ചുകൊണ്ട് എന്ത് പരിഹാരമാണ് അവർക്ക് ആ വിഷയത്തിൽ കൈക്കൊള്ളാനുള്ളത്, അത് സാമ്പത്തികമായും അല്ലാതെ മറ്റു പ്രശ്നങ്ങളെ ഇടപെട്ടുകൊണ്ട് അത് പരിഹരിക്കേണ്ട പ്രശ്നമാണെങ്കിൽ അങ്ങനെ പരിഹരിക്കുന്ന ഒരു ബോഡിക്ക് രൂപം കൊടുക്കണമെന്നുള്ളതാണ് ഒരു നിർദ്ദേശം വെക്കാറുള്ളത്. അസ്സലാമു അലൈക്കും. ഈ ചർച്ച സെഷൻ ഇതോടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ പുതിയ നമ്മുടെ ഗ്രൂപ്പുകളിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്താൽ മതി. അടുത്ത പരിപാടി കലാപ്രകടനങ്ങളാണ്. അത് ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ ഗ്രൂപ്പിന്റെ മകൾ അവിടെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആളുടെ പേര് അവിടെ സ്കൂളിൽ കിട്ടുന്നുണ്ട്. കലാപ്രകടനം ചെയ്യാവുന്ന കുട്ടികളുടെ പേരുകൾ ആ ഓർഡറിൽ അസ്സലാമലൈക്കും. ഞാൻ പറഞ്ഞത് ഇനി പറഞ്ഞു നിർത്തി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നില്ല. ഈ പരിപാടി കാണുമ്പോൾ നമ്മളെപ്പോഴും ഏതൊക്കെ രക്ഷിതാക്കളും വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരു സദസ്സിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കുട്ടികളുടെ വാർഷിക പരിപാടി എന്താ പ്രസംഗത്തിൽ നിൽക്കുന്നവരോട് ഒന്ന് മൈക്ക് ഒഴിവാക്കി നിങ്ങൾ പോയിക്കൂടെ എന്ന് മാതാപിതാക്കൾ ഒരേ സ്ഥലത്തിൽ മനസ്സുകൊണ്ട് ചോദിക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു പ്രാർത്ഥിക്കുകയായി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നില്ല. കുട്ടികളുടെ കലാപരിപാടി അവതരിപ്പിക്കുന്ന കുട്ടികൾ മുന്നോട്ട് വന്നിരുന്നാൽ നമുക്ക് ഈ പരിപാടി വൻ വിജയമാക്കി ഇവിടെ എല്ലാവർക്കും നേരത്തെ വീടുകളിലെത്താം. ഇതില് ഒന്നാമതായിട്ട് പേര് കൊടുത്തത് സോങ്ങിനാണ്. ഏത് പരിപാടിയും പാട്ടോട് കൂടി തുടങ്ങുമ്പോഴാണ് അതിന്റെ ഭംഗി. നമുക്ക് അതിലെല്ലാം പറയാം. കുട്ടിയുടെ പേര് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചിലപ്പോൾ പ്രായമുള്ളവർക്ക് ആദ്യം പറഞ്ഞാൽ മനസ്സിലാവുക ആരുടെ മകൾ, ചിലപ്പോൾ അതും മനസ്സിലാവില്ല. ആരുടെ മകളുടെ മകൾ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവാം. ഗ്രാൻഡ് ഡോക്ടർ ഓഫ് സുഹ്റാബി, മകളുടെ പേര് ഇഷ.
നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം പാട്ട് എന്ന് പറഞ്ഞപ്പോൾ മുഖം ചുളിച്ച എല്ലാവരും ഈ കുട്ടിയുടെ പാട്ട് കേട്ടപ്പോൾ വളരെ ആവേശത്തോടെ കൂടിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് ഒരു പാട്ട് കൂടി പാടിച്ചാലോ? ഒരിക്കൽ കൂടി. ആങ്കർ ചെയ്യുക എന്ന ഒരു പരിപാടി ഏൽപ്പിച്ച് ഇപ്പൊ അടുത്ത പരിപാടി കൂടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ആദ്യമായി ഞാൻ ആങ്കർ ചെയ്ത പരിപാടിയിൽ ആദ്യം നടന്ന പാട്ടിന് സമ്മാനം കൊടുക്കുന്നത് ഞാൻ തന്നെ. ഇഷ. ഒരുപാട് പേര് ഇവിടെ ഡോക്ടർമാരുണ്ടെന്ന് അറിഞ്ഞു. എന്നാൽ ഇതിനാർക്കെങ്കിലും ആദ്യമായി ആങ്കർ ചെയ്തിട്ട് ആ കുട്ടിക്ക് ആദ്യത്തെ സമ്മാനം കൊടുക്കണം. എന്റെ ആദ്യത്തെ ആങ്കറിൽ ആദ്യമായി ആങ്കർ ചെയ്ത കുട്ടിക്ക് ആദ്യമായി ആങ്കർ ചെയ്ത് ആദ്യമായി പാടിയ കുട്ടിക്ക് സമ്മാനം കൊടുത്തു. അങ്ങനെ ആരെങ്കിലും ഈ കൂട്ടത്തിലില്ല? ഇല്ല. അടുത്തതായി പാട്ടുമായി വരുന്നു ഗ്രാൻഡ് സൺ ഓഫ് ആയിഷ പി കോഡൂർ, ഇർഷാദ്. Assalamu
ഹലോ, ഇപ്പോൾ പരിപാടി അവതരിപ്പിച്ച ഇർഷാദ് മോനെ സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി സെയ്ദ് അലിക്കാരെ ക്ഷണിക്കുന്നു. നമ്മൾ പറയും, എന്ത് പറയുമ്പോഴും കുറച്ച് ആംഗ്യം കൂടി പറഞ്ഞാൽ അതെന്തായാലും നമ്മുടെ മനസ്സിൽ പതിയും. മാത്രമല്ല ആ പാട്ടിൽ വരുന്ന തെറ്റുകൾ ആരും ശ്രദ്ധിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് കൊച്ചുകുട്ടികളുടെ ആക്ഷൻ സോങ് അത് അവതരിപ്പിക്കുന്നത് ഗ്രാൻഡ് സൺ ഓഫ് സയ്യിദ് അലിയുടെ അയാൻ ഇഷ സയ്യിദ് ഇഷ. ഇപ്പം പരിപാടി അവതരിപ്പിച്ചത് കൊച്ചുകുട്ടികളെ ആദ്യം തന്നെ കയ്യിലെടുക്കുന്ന നമ്മുടെ ഡോക്ടർ ആയിഷ തത്ത സമ്മാനം കൊടുക്കാൻ വേദിയിലേക്ക് വിനീതമായി ക്ഷണിക്കുന്നു. ഈ പരിപാടി ഞാൻ ലിസ്റ്റ് നോക്കി വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ആദ്യം ഞാൻ ഈ പരിപാടി കണ്ടത് എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത്. എന്നാൽ നിങ്ങളെ പോലെ ഞാനും ആകാംക്ഷയാണ്. ഈ പരിപാടി എന്താണെന്ന് എനിക്കും അറിയില്ല. ഗ്രാൻഡ് സൺ ഓഫ് മുഹബത്തിന്റെ
നിഅമ ഫാത്തിമ തിൽഹാൻ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഞാനും കാണും. നിങ്ങളെ എന്ത് വിളിക്കുമ്പോഴേ എന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും പരിപാടി അവതരിപ്പിക്കട്ടെ? അതോ അത് പറയുമ്പോൾ എനിക്ക് ഗ്രാൻഡ് സണ്ണോ ഗ്രാൻഡ് ഡോട്ടറിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും മൂത്തമ്മയുടെ കാര്യങ്ങൾ കണ്ടൊക്കെയാണ്. അതൊന്ന് പറയാം. ഗ്രാൻഡ് ഡോട്ടർ ഓഫ് കൈസമാണെന്ന് എന്നാലും കഥീജ് മൂത്തമ്മാന്നും കൂടി പറയാം. അവരുടെ മൂത്ത മകൻ, അതായത് നമ്മുടെ കുടുംബത്തിലെ മൂത്ത ആൺപേര് കാരണവരുടെ സ്ഥാനത്തുമ്പോൾ കാരണവരായും കുട്ടികളുടെ നിൽക്കുമ്പോൾ കുട്ടികളായി നിൽക്കുന്ന റഫീഖ് കാക്കാന്റെ നമ്മൾ കാക്കാന്ന് വിളിക്കും. പക്ഷെ എന്റെ മോൻ ഒരു കാക്കയുടെ കൂടെ ഒരു കാക്ക കൂടിയിട്ട് കാക്ക കാക്കാന്ന് വിളിക്കും. ആ റഫീഖ് കാക്കയുടെ മകൻ ഹന്ന റഫീഖും ഹുദാ സത്യവും ഒരു പാട്ട്.
അബ്ദുള്ള അടുത്തതായി പരിപാടി അവതരിപ്പിക്കാൻ വരുന്നത് ഗ്രാൻഡ് ഡോട്ടർ ഓഫ് സാബിറ മങ്കടപുരിയുടെ നിത അൻഷ. ഈ പരിപാടി എന്താണെന്ന് എനിക്കറിയില്ല. يا شباب
പരിപാടി അവതരിപ്പിച്ച കുട്ടികളുടെ സമ്മാനദാനത്തോടൊപ്പം കൊടുക്കുന്നത് സ്വാഗതഗാനം ആലപിച്ച ഹന്ന ഒന്ന് സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇതിന് സമ്മാനം നൽകാൻ അബ്ദുറഹ്മാൻ ഖാനെ വിളിക്കുന്നു. ഇനി വിളിക്കുന്ന ആളെ വിളിക്കുന്നതിന് മുമ്പ് എൻ്റെ പേഴ്സണൽ അനുഭവം ഒന്ന് പറയാം. എൻ്റെ പേര് ജിൻഷി. ഏത് ക്ലാസ്സിലും ആദ്യം എത്തിയാൽ ടീച്ചേഴ്സ് ഒരു തവണ ചോദിച്ച് കുറച്ച് ബാക്കിലെത്തി എന്തായിരുന്നു കുട്ടിയുടെ പേരെന്ന് പറഞ്ഞ് വീണ്ടും തിരിഞ്ഞു വന്ന് എന്നോട് പേര് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും ജിൻഷി. എന്നാൽ എൻ്റെ പേര് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പണ്ട് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സെമീർക്കയുടെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ പേര് ഞാൻ ഒരു തവണ പറഞ്ഞേ. അപ്പോൾ സെമീർക്ക് അത് പഠിച്ചു. ഞാൻ എന്നോട് പേര് ചോദിച്ചിട്ട് ആർക്കൊക്കെ പേര് പറഞ്ഞു കൊടുത്തിനോ ഞാൻ ഇവരെന്തായാലും ഒന്നും കൂടി ചോദിക്കുന്ന വിചാരിച്ച് അടുത്ത് തന്നെ നിന്ന്. അപ്പോൾ സെമീർക്കൊക്കെ നോ പ്രോബ്ലം ജിൻഷി എന്ന് പറഞ്ഞ് മൂപ്പരകത്തേക്ക് പോയി. ഞാനാകെ ശശി. അതെ, സൺലൈറ്റ്, അഹമ്മദ് അലി, സമീർ അലി. ശരി, ഹലോ, ചിത്രമണിയറ പാടിയത് സമീർ അലി. ഇലവിന്റെ കായ് ഇടയില്ല കായ് കനവിന്റെ ചന്ദനക്കളിയോട് ഒരു കനവിന്റെ സുന്ദരക്കളിയോട് കളിവള്ളമത്ത് തള്ളാത്തു കായലിനക്കേറെ പോകേണ്ടി ഇലക്കായലിനക്കെ പോകേണ്ടേ നിലവിന്റെ കായൽ ഇലയില്ല കായ് കനവിന്റെ ചന്ദനക്കളിയോട് ഒരു കനവിന്റെ സുന്ദരക്കളിയോട് കാറ്റും മഴയും വരുന്ന ഒറ്റയ്ക്ക് ഞാനിൽ പോയില്ല തങ്കക്കിനാവിന്റെ കളിവള്ളം കൂടെ പങ്കായതിനാലൊരാള് കൂടെ പങ്കായത്തൊരാളൊരാള് വേണം നിലവിന്റെ കായ് കായ് കനവിന്റെ ചന്ദനക്കളിയോട് ഒരു കനവിന്റെ ചുന്ദരക്കളിയോടും അപരന്തനാവും പോരാഞ്ഞ അലകൾ മുറിച്ചു തുഴഞ്ഞോളം കാറ്റത്തും മഴത്തും അറിയാതെ തോണി കണ്ണിന്റെ മണി പോലെ കാത്തോളം നിന്റെ കണ്ണിന്റെ മണി പോലെ കാത്തോളം ഇലയിന്റെ കായ് ഇലയില്ല കായ് കനവിന്റെ ചന്ദനക്കളിയോട് ഒരു കനവിന്റെ സുന്ദരക്കളിയോടും ഇപ്പോൾ പരിപാടി അവതരിപ്പിച്ച സമീർക്കന്റെ സമ്മാനം കൊടുക്കുന്നതിനോടൊപ്പം രാവിലെ നടന്ന ഖിറാഅത്ത് അവതരിപ്പിച്ച അനീസ റിസ്വക്കുള്ള സമ്മാനമുണ്ട്. വേദിയിലേക്ക് അനീസ റിസ്വ.
ഇതിന് സമ്മാനം നൽകുന്നത് കോടൂർ സമത കരുണ. ഖിറാത്ത് അവതരിപ്പിച്ച കുട്ടിയുടെ ഒരു പാട്ടുകൂടി ഈ സമ്മാനദാനത്തിന് ശേഷം ഉണ്ടാകുന്നതാണ്. പരിപാടിയിൽ ഒരു ചെറിയ മാറ്റം വന്നു. മോൾക്ക് കരോക്കെ ആയിട്ട് പാടേണ്ടത് കൊണ്ട് അടുത്ത പാട്ടിന് ശേഷമാണ് അവളുടെ കരോക്ക സോങ് ഉണ്ടാവുക. അടുത്തതായി പരിപാടി അവതരിപ്പിക്കുന്നത് ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ഇസ ഖലീൽ കുട്ടി അവതരിപ്പിക്കുന്ന പരിപാടി പോയമാണ്. കുട്ടിയുടെ പേര് ആയിഷ നഷ്വ. ഒരു കരോക്ക സോങ്ങുമായി നിങ്ങളുടെ മുമ്പിൽ അനീസ റിസ്വ.
നുഹാൻ പറഞ്ഞ ഒരു കൊച്ചുകുട്ടിയുടെ പാട്ടാണ് ഇനി അടുത്തത്. ഇനി അടുത്ത പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് സൺ ഓഫ് ആബിദ് കൊടൂരിന്റെ അബാൻ ഹാനിയാണ്. പക്ഷേ അറിയപ്പെട്ട് അതിനുശേഷം ഗ്രൂപ്പ് ഡാൻസ് ആണ്. അതിന് തയ്യാറെടുക്കുന്ന കുട്ടികൾ വേഗം തന്നെ റെഡി ആവേണ്ടതാണ്. വേദിയിലേക്ക് അബാൻ ഹാനി. കൽബിന്റെ പാതിയെടുത്തതും തിരിച്ചു തന്നില്ല, തിരിച്ചു തന്നില്ല. നീയറിഞ്ഞ കല്ലുപാനമ കമ്പിളി പാതി മുറിഞ്ഞ് തോട്ടുവരമ്പിൽ വീണതെന്ന് പൊള്ളു പറഞ്ഞില്ലേ, പൊള്ളു പറഞ്ഞില്ലേ. നീയറിഞ്ഞ
പൊള്ളു പറഞ്ഞില്ലേ പൊള്ളു പറഞ്ഞില്ലേ പൊള്ളു പറഞ്ഞില്ലേ പൊള്ളു പറഞ്ഞില്ലേ. താങ്ക് യു. ഇപ്പോൾ പാടിയ ഈ കൊച്ചുമകന് സമ്മാനം കൊടുക്കുവാൻ വേണ്ടി എൻ്റെ രണ്ടാമത്തെ സഹോദരൻ ഷഫീഖ് എന്ന ബാവ ഗ്രൂപ്പ് ഡാൻസിന്റെ കുട്ടികൾ റെഡിയായോ എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. അടുത്ത പരിപാടി ഗ്രാൻഡ് ഡോട്ടർ ഓഫ് റസ്യ, കുട്ടിയുടെ പേര് നിയ. അവിടെ സ്കൂളിൽ പഠിച്ച ഒരു സോങ് ആണ് പാടുന്നത്. Hi everyone. I'm gonna sing a song. One baby turtle alone and true finds a friend and then there are two baby turtles crawl on the sea. Then they find another, and then there are three baby turtles go up the shore, finds another, and then there are four baby turtles go for a dive. Up swims another, and then there are five. Thank you. Have a nice day. നമ്മൾ പരിപാടിക്ക് മക്കളെ മാത്രമല്ല മരുമക്കളെയും കൂടി പരിഗണിക്കുമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. സമ്മാനം കൊടുക്കാൻ കൈസമാളുടെ ചെറിയ മകളുടെ മരുമകൻ വാപ്പുട്ടി അളിയാക്ക. Baby shark, baby shark. നേരത്തെ പോയം അവതരിപ്പിച്ച ആയിഷ നഷ്വയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
സ്വീകരിക്കുന്നതിന് വേണ്ടി ആയിഷ നഷ്വ. അടുത്തതായി പരിപാടി അവതരിപ്പിക്കുന്നത് ഗ്രാൻഡ് ഡോട്ടർ ഓഫ് സാജിദയുടെ പേര്, കുട്ടിയുടെ പേര് ആയിഷ. ഞാൻ പറയാം, ഞാൻ പിന്നെ പറഞ്ഞില്ലേ സമ്മാനം കൊടുക്കാൻ കുട്ടികളെല്ലാവരും പാടുന്നത്. ഈ കൊച്ചുകുട്ടികൾക്കൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ എന്ത് വിളിച്ചാലും വിളി കേൾക്കും. അതെ, ഈ കുട്ടിക്ക് സമ്മാനം കൊടുക്കുന്നത് നമ്മൾ അബീദാക്കാന്ന് വിളിച്ചാലും ആബിദാക്കാന്ന് വിളിച്ചാലും വിളി കേൾക്കുന്ന നമ്മുടെ ആബിദാക്ക. പാടുവോ ചെല്ലു കൊടുക്കേ പാടാട് പറഞ്ഞേ ഏത് പറഞ്ഞേ കൊടുക്കും കഴിച്ചോളെ ഏത് പരിപാടികളിൽ പോയാലും പാട്ടും എല്ലാം നമ്മൾ രസിച്ചാലും നമുക്ക് കുട്ടികളൊന്ന് ഡാൻസ് ചെയ്തത് എല്ലാവർക്കും ഇഷ്ടമാണ്. അതെ, ഒരു കൊച്ചു ഡാൻസുമായി, അതെ ഒരു ഗ്രൂപ്പ് ഡാൻസുമായി റിതായൻ പാർട്ടി. പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം നമ്മളൊക്കെ സ്കൂളിൽ ചിലപ്പോൾ അനുഭവിച്ചതായിരിക്കും. കളിക്കാനും മെനക്കെടാനും എല്ലാവരും അനൗൺസ് ചെയ്യുമ്പോൾ പാർട്ടിയിലെ കുട്ടിയുടെ പേര് മാത്രം, സമ്മാനം കൊടുക്കുമ്പോഴും കുട്ടിയുടെ പേര് മാത്രം. ഞാൻ അങ്ങനെയല്ല, ഓരോ കുട്ടികളെയും വിളിക്കുകയാണ്. ഡാൻസ് അവതരിപ്പിക്കുന്നത് റിത, ഷിയാന, ഷക, ബിൻഷ, സാനിയ, ജന്ന, മിസ്ബ. ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ലേറ്റ് സാബിറ. മൈക്കെടുത്തേക്കോ ഇത് പറഞ്ഞോ.
ഈ ഡാൻസിന് സമ്മാനം കൊടുക്കുന്നത് എനിക്ക് ആകപ്പാടെയുള്ള ആപ്പ ഗുലാമന്തോൾ ഉമ്മർ ആപ്പ. അടുത്തതായി പരിപാടി അവതരിപ്പിക്കുന്നത് ഗ്രാൻഡ് ഓർഡർ ഓഫ് കോടൂർ സുമൈദ് തങ്ങളുടെ പേരമകൾ അൻഹ. സെൻറ്റർ കേക്ക് ആ മൈക്ക് ആ മോശം ഇത് ഓക്കെ.
വാങ്ങാൻ ലിസ്റ്റ് ഉണ്ട് സമ്മാനം കൊടുത്താൽ എല്ലാവരും എന്താ മന്ത്രിമാരെയൊക്കെ നമ്മൾ സമ്മാനം ഏൽപ്പിച്ചാല് അവർ ആദ്യത്തെ 2-3 കുട്ടികൾക്ക് കൊടുത്തിട്ട് ഒഴിഞ്ഞു പോകും, ഇറങ്ങിപ്പോകും, അവരുടെ തിരക്കായിരിക്കും. പിന്നെ കുറേ എടുത്തു കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടും. എന്നാൽ നിങ്ങൾ അധ്യാപകരെ കണ്ടിട്ടുണ്ടോ? അവര് വാർഷികം കഴിഞ്ഞാല് ചിലപ്പോൾ ഹെഡ്മാസ്റ്റർമാര് ആ മുഴുവൻ കുട്ടികൾക്കും സമ്മാനം കൊടുക്കും. അതെ, അങ്ങനെ ഒരു ഹെഡ് മാസ്റ്റർ പാലോളി കുഞ്ഞാമത് മാസ്റ്റർ വേദിയിലേക്ക് വിനീതമായി ക്ഷണിക്കുന്നു. സമ്മാനദാനത്തിനായി പാലോളി കുഞ്ഞാമത് മാസ്റ്റർ. ഇരുമ്പിന്റെ മോള് കണ്ടില്ലായിരുന്നു. ആ പ്രത്യേകിച്ച് വരും. അടുത്തതായി എന്റെ സഹോദരൻ ഷഫീഖിന്റെ മകൻ ഷസിൻ ഷഫീഖ് ഒരു പാട്ട് പാടുന്നു. ആരാണതിലെ പോകുന്ന ഷൂട്ടം വീശിത്തത്ത് അയ്യോ അയ്യോ നമ്മളെ കുഞ്ഞേട്ട മിന്നാ മിന്ന കുഞ്ഞേട്ട എന്റെ സഹോദരന്റെ മകൻ എന്ന് പറഞ്ഞപ്പോ പാടിയത് കുറച്ചാലും കണ്ടില്ലേ, എന്റെ ശബ്ദം അവനിലും വന്നില്ലേ. അടുത്ത പാട്ട് ഖദീജ മുത്തുമന്റെ ലൈസ വാങ്ങിയ പേരക്കുട്ടി ലൈസ. പിടിച്ചോളൂ നമ്മളോളൂ അക്കരയ്ക്കലെ നോക്കി കണ്ടു നടന്നോളൂ ഓല ഞാൻ കിളിയോട് ഒത്തു പറഞ്ഞോളൂ മാനം നോക്കി സഞ്ചാരത്തിന് തയ്യാറാണെങ്കിൽ മാനത്തെ നക്ഷത്രങ്ങളെ എണ്ണിപ്പോന്നോളൂ കടലിനെ പറക്കാൻ പൊന്നു തേടി നടന്നോളൂ ഒത്തു പിടിച്ചോളൂ നമ്മളോളൂ അക്കരെല്ലാം നോക്കി കണ്ടു നടന്നോളൂ ഡോക്ടർമാരെ നമുക്ക് ഇടക്കിടക്ക് ഓർമ്മയുണ്ടാകും. അതുപോലെ മറ്റെല്ലാവരെയും എല്ലാ ജോലി ചെയ്യുന്നവരെയും നമ്മൾ ഓർമ്മിക്കും. പക്ഷെ തീപിടിച്ചാൽ മാത്രമേ നമ്മൾ ഇവരെ ഓർക്കാറുള്ളൂ. അതെ, CS സലാം റിട്ടയർഡ് ഫയർഫോഴ്സ് ഓഫീസർ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുക. അദ്ദേഹത്തെ വിനീതമായി ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനത് പറഞ്ഞു
എല്ലാവരും എണീറ്റ് പോകരുത്. വൈകുന്നേരത്തെ ചായ ഇതെല്ലാം ബാക്കിയാവും. പിന്നെ കുറച്ചിലാണെങ്കിൽ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 3-4 ഗ്ലാസ് വരെ ഞാൻ കുടിക്കും. ഇത്രയും നിനക്ക് കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും 10 മിനിറ്റോട് പ്രോഗ്രാം കഴിയുന്നതാണ്. എല്ലാവരും ഒന്ന് സ്റ്റേജിൽ ഇരിക്കണം. അടുത്തതായി പാട്ട് പാടുന്നത് വരുന്നത് ബാസിൽ അലി. ഇനി അവനെ മാത്രം പരിചയപ്പെടുത്തിയില്ല, നമ്മൾ നാളെ പരാതി പറയണ്ട. എന്റെ സഹോദരി പുത്രൻ ബാസിൽ അലി PC വാവ.
സമ്മാനം കൊടുക്കാൻ ആരെങ്കിലും വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് പോയ ആളാ. ആരെ വിളിക്കണം? എനക്ക് നോക്കുമ്പോ വിളിക്കാൻ തോന്നുന്നത് ഇപ്പൊ കാക്കി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ റഫീഖാക്കാനെ വിളിക്കും. എന്നാൽ ഞാനില്ലെങ്കിലും എന്റെ ഭാര്യയെ ഒന്ന് പരിഗണിച്ചോ എന്ന് ചോദിക്കും. അതുകൊണ്ട് ഇതിന് സമ്മാനം കൊടുക്കുന്നത് കൈസമാന്റെ മകൻ റഫീഖിന്റെ ഭാര്യ. അയ്യോ പോയാ നസാരല്ല. കൈസമാന്റെ അയ്യത്തേക്ക് വരാൻ പറ്റുമോ? ആ കുടുംബത്തിൽ 3-4 ടീച്ചർമാരുണ്ട്. ആ ടീച്ചർമാരുടെ കൂട്ടത്തിൽ ഏറ്റവും യോഗ്യതയുള്ള ടീച്ചർ ആരാണ്? അവര് വരിക. അല്ല, അവരിപ്പോ യോഗ്യതയില്ലാന്ന് പ്രൂവ് ചെയ്തു. യോഗ്യതയുള്ളവരോട് വരാൻ പറഞ്ഞു. 3 പേരും പറയാണ് എനിക്ക് യോഗ്യതയില്ല. എന്നാൽ ഈ സമ്മാനം കൊടുക്കാൻ ഏറ്റവും യോഗ്യമായത് ഒരു വീഡിയോ പ്രസന്റേഷൻ സിനോഗ്രാഫ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഈ പരിപാടിയുടെ വീഡിയോ ചെയ്ത നമ്മുടെ ഹുസ്ന പുലാമന്തോൾ, വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ഹുസ്ന പുലാമന്തോൾ. അതെ, എന്റെ സഹോദരിയുടെ പുത്രന് സമ്മാനം കൊടുക്കുന്നത് എന്റെ ഇളയ സഹോദരി ഹുസ്ന. എല്ലാവരും പാടുന്നത്, എല്ലാവരും സമ്മാനം വാങ്ങുന്നത്. എന്തായാലും കുട്ടികൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും പാടണം. ഇനി ഒരു സമ്മാനം ബാക്കിയുള്ളൂ. അതെ, ഇപ്പൊ സ്റ്റേജിലേക്ക് കടന്നു വന്ന എനിക്കറിയില്ല പേര് ഒരു പാട്ട് പാടും. ഈ പരിപാടിയിലെ ഒരു പ്രത്യേകത, ആദ്യത്തെ സമ്മാനവും അവസാനത്തെ സമ്മാനവും കൊടുക്കുന്നത് ഞാൻ തന്നെ. എന്റെ ആദ്യത്തെ ആങ്കറിങ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ സ്റ്റേജിൽ എന്തെങ്കിലും പരിപാടി ജസ്റ്റ് ഒന്ന് കുട്ടികളുടെ പേര് വിളിക്കാന് സ്റ്റേജിന് അവിടെ സൈഡിൽ ഇരുത്താറുണ്ട്. പിന്നെ എന്തെങ്കിലും 2 വാക്ക് പറയാറുണ്ട്. പക്ഷെ ആങ്കറിങ് ആദ്യമായിട്ടാണ്. എന്റെ ആദ്യത്തെ ആങ്കറിങ് സഹിച്ച എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
സമാധാനം ഹലോ ഹലോ എല്ലാവരും ഒരു 2 മിനിറ്റ് ആ സമയത്തേക്ക് അകത്തേക്ക് വന്നാണ് ഉണ്ടായിരുന്നത്. ചായകുടിയിലാണ് അറിയാം. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് പുറത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് അകത്തേക്ക് നിൽക്കാം. ചായയുടെ അപ്പുറത്ത് ഇവിടെ തിരിഞ്ഞിരുന്ന് വർത്താനം വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രോഗ്രാം ഇന്നത്തെ കുടുംബ സംഗമത്തിന്റെ അവസാനത്തെ ഭാഗത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നന്ദി പ്രകാശനവും സമാപനവും പ്രാർത്ഥനയും എല്ലാം കൂടെ ചേർത്ത് ബഹുമാനപ്പെട്ട കോടതി സമിതി നിർവഹിക്കുന്നതാണ്. അതിനു മുമ്പായിട്ട് ജസ്റ്റ് പറയാതെ ഞാൻ നമ്മുടെ കലാപ്രകടനങ്ങൾ കണ്ടപ്പോഴാണ് നമ്മളതിന്റെ പേര് ചോദിച്ച സമയത്തൊക്കെ 5 6 പേര് മാത്രമാണ് കിട്ടിയത്. അതും ഒരു 20 മിനിറ്റ് നേരത്തേക്കുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവസാനമായപ്പോൾ നമുക്ക് ഏതാണ്ട് 2 മണിക്കൂർ നേരത്തേക്കുള്ള ആളുകൾ മുന്നോട്ട് വരികയുണ്ടായി. അപ്പൊ അതാണ് തുടക്കത്തിലുള്ള ഇതാണ് നമുക്ക് മനസ്സിലായത്. ഇന്നലെയാണ് അഡീഷണൽ ലിസ്റ്റ് എല്ലാം പ്രിന്റിംഗെല്ലാം കഴിഞ്ഞതിന് ശേഷം. അപ്പൊ ഏതായാലും തന്നെ ഇതിന് മനസ്സിലാവുന്നത് നമ്മുടെ കുടുംബത്തിൽ ധാരാളം ഇൻബോൺ ഹിഡൻ ടാലന്റ് ഉണ്ടെന്നുള്ളതാണ്. പുറത്തേക്ക് വരുന്നില്ല. ടാലന്റഡായിട്ടുള്ള ആളുകൾ നമ്മുടെ കുടുംബത്തിൽ ധാരാളമുണ്ട്. പക്ഷേ ഇതിൽ അവസരം കിട്ടാത്തതുകൊണ്ടും സന്ദർഭം കിട്ടാത്തതുകൊണ്ടും സ്റ്റേജിലേക്ക് വരാത്ത നല്ല ടാലന്റ് ആയിട്ടുള്ള അംഗങ്ങളുള്ള ഒരു കുടുംബമാണ് നമ്മുടെ കടക്കണം. അത് മനസ്സിലാക്കാൻ നമ്മുടെ മുന്നിൽ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരം സംരംഭങ്ങൾക്ക് എല്ലാവരും ഭാവിയിലും പിന്നെ മുന്നോട്ട് വരുമെന്നും സഹകരണം ഉണ്ടാവാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ സമതിന് ഹാൻഡ് ഓവർ ചെയ്യണം. താങ്ക് യു ഓൾ. പ്രിയ കുടുംബാംഗങ്ങളെ, കരങ്ങാടൻ സംഗമത്തിന്
സമാപനം കൊടുക്കുകയാണ്. കുറെ മാസങ്ങളോളം നടന്ന പരിശ്രമത്തിന്റെ ഫലമായി ആദ്യമായി കർണാടക കുടുംബത്തിന് ഇതുപോലെ ഒന്ന് ഒരുമിച്ച് ചേരുവാൻ അവസരമുണ്ടായിരിക്കുകയാണ്. ധാരാളം ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും സഹിച്ച് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉള്ളവർ വരെ സാധ്യമാകുന്ന വിധത്തിലൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. കാരണം കുടുംബബന്ധം എന്നതിൻ്റെ മഹാത്മ്യം അറിയുന്നത് കൊണ്ടാണ് ഇവരെല്ലാവരും ഇതിൽ പങ്കെടുത്തത്. നമ്മുടെ വന്ന ആളുകളിൽ പകുതിയോളം ആളുകൾ തിരിച്ചുപോയി, കുറച്ചാളുകൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇനി നമ്മുടെ കയ്യിൽ സമയമില്ലാത്തത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെയുള്ള ശ്രമങ്ങൾ, ഇതുപോലെയുള്ള സംഗമങ്ങൾ നടത്തുവാൻ ഇതിന്റെ പിന്നിൽ പരിശ്രമിച്ച പ്രത്യേകിച്ചും സെയ്ദ്, ഗഫൂർ, റഹീം, ലത്തീഫ് തുടങ്ങിയ ആയിഷ തുടങ്ങി പലരും ഇതിന്റെ പിന്നിൽ കാര്യമായ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അവർക്കൊക്കെയും കുടുംബത്തിന്റെ പേരിൽ ഒറ്റവാക്കി നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്ത് ഈ സംഗമം വിജയിപ്പിച്ച എല്ലാ കുടുംബാംഗങ്ങൾക്കും നന്ദി പറയുകയാണ്. അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ കാര്യം മാത്രമേ സൂചിപ്പിക്കുവാനുള്ളൂ. നമ്മുടെ ഈ കുടുംബം, കർണാടക കുടുംബം എന്ന് പറഞ്ഞാൽ ഈ കുറെ അംഗങ്ങളെയും അവരുടെ മക്കളെയും നമ്മൾ പരിചയപ്പെടുത്തി. ഈ കുടുംബങ്ങളെല്ലാം തന്നെ എല്ലാവരും സന്തോഷത്തോടെയും സൗഹൃദത്തോടെയും കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഈ കുടുംബത്തിന്റെ അതിന്റെ എല്ലാവിധ സന്തോഷങ്ങളും ആസ്വദിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ കുടുംബങ്ങൾക്കിടയിൽ ചിലർക്കെങ്കിലും ചില അസ്വാരസ്യങ്ങൾ 1-2 വർഷങ്ങളായി നിലനിൽക്കുന്നു എന്ന് ചിലരൊക്കെ പറയുകയുണ്ടായി. അത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല, ആളുകൾക്കറിയാം. അതുകൊണ്ട് ആ കാര്യം എല്ലാവരുടെയും ഒരു ശ്രദ്ധയിൽ വേണം. കാരണം കുടുംബ
സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹിം. കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ, അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ പാഴായി പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് അവർ കാര്യമായി പരിഗണിച്ച് പ്രശ്നങ്ങളൊക്കെ തീർക്കണം എന്നുകൂടി ഈ സമൂഹത്തിൽ പറയുകയാണ്. അല്ലാഹു തആല ഈ ഒരു സംഗമം നമുക്ക് ഇതിനർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار. اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار. ربنا آتنا في الدنيا حسنة وفي الآخرة